ഹലോ, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ദിവസം ലേറ്റായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നലെ മഴയൊക്കെ ആയതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേയധികം പ്ലാന്റ്സ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്യേണ്ടത്. ദയവ് ചെയ്താരും കോൾ ചെയ്യരുത്. അതുപോലെ നമ്മൾ DTDC വഴിയായിരിക്കും പ്ലാന്റ്സ് നിങ്ങൾക്ക് അയക്കുക. സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല. പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുക. അപ്പം നെക്സ്റ്റ് വീക്കിൽ കുറച്ചധികം ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്. അതെല്ലാം അയച്ച് തീർത്ത ശേഷമായിരിക്കും ഇനിയുള്ള ഓർഡേഴ്സ് അയക്കുക. അപ്പോൾ അത്രയും ദിവസം വെയിറ്റ് ചെയ്യാവുന്നവർ മാത്രം പ്ലാൻസിന് ഓർഡർ ചെയ്യുക. ഇത് പാക്ക് ചെയ്ത് അയക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പോരാത്തത് എനിക്ക് അത്രയും ഹെൽത്ത് ഓക്കെ അല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത് പ്ലാൻസ് പാക്ക് ചെയ്യുന്നത്. ചിലവർ പേയ്മെൻറ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ പ്ലാൻസ് അയക്കുമെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കുന്നതാണ്. അപ്പോൾ അത് ട്രാക്ക് ചെയ്ത് വേഗം തന്നെ നിങ്ങൾ പ്ലാൻസ് വാങ്ങാൻ ശ്രമിക്കുക. ട്രാക്ക് ചെയ്ത് പ്ലാൻസ് കിട്ടാൻ എന്തെങ്കിലും താമസം ഉണ്ട് എങ്കിൽ ദയവ് ചെയ്തൊന്ന് മെസ്സേജ് ചെയ്ത് അറിയിക്കുക. പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്ത് അറിയിക്കുക. അതുപോലെ പ്ലാന്റ് നടേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. കൃത്യമായിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് എല്ലാം തന്നെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് ഏതെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇനി നമുക്ക് പ്ലാന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് പനാമ റോസിൻ്റെ ഓറഞ്ചാണ്. നല്ല ഡാർക്ക് ഓറഞ്ച് കളറിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് പനാമ റോസ്, അല്ലെങ്കിൽ റൗണ്ടിലേഷ്യ എന്നും പറയാറുണ്ട്. ഇതാണ് പൂക്കളുടെ കളറ്. നല്ല ഡാർക്ക് ഓറഞ്ച് കളറും സെൻറ്ററിൽ ഒരു യെല്ലോ കളർ. നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ ഒരുപാട് ദിവസങ്ങൾ നിൽക്കുന്ന പൂക്കളാണിത്. നല്ല ഹാർഡായിട്ടുള്ള സ്റ്റെമ്മും പൂക്കളും എല്ലാം നല്ല കട്ടിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ കാണുന്ന പ്ലാന്റിന് 80 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക പനാമ റോസിൻ്റെ പിങ്ക് കളറാണ്. ഇതാണ് പൂക്കൾ വരിക. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് പനാമ റോസിൻ്റെ പിങ്ക്. ഒരുപാട് പൂക്കൾ ഒരേ സമയം നിൽക്കുകയും അതുപോലെ സീസൺ ഇല്ലാതെ ഫ്ലവർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിനും 80 രൂപയായിരിക്കും റേറ്റ് വരുന്നത്. അടുത്തത് വരിക നമ്മുടെ ഓർക്കിഡ് റോസ് ആണ്. ഓർക്കിഡ് റോസിൻ്റെ പൂക്കൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പൂക്കളാണ്. അതുപോലെ മുള്ളില്ലാത്ത റോസാണ് ഓർക്കിഡ് റോസ്. നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ കഴിയുന്ന റോസാണിത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ഈ കാണുന്നതാണ്. പൂക്കളിട്ട ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. അല്പം പോലും മുള്ളില്ല ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റ്സിന്. അപ്പോൾ ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപയാണേ. അടുത്തത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ പ്ലാന്റ് ആണ്. എല്ലാവരും ഒരുപാട് ചോദിക്കാറുള്ള ഒരു പ്ലാന്റ് ആണ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ. ഇതാണ് പൂക്കൾ. ഒരു ചെടിയിൽ തന്നെ 2-3 കളറിൽ ഒരേ പൂക്കൾ മാറി മാറി വരുന്ന ഒരു ചെടിയാണിത്. ഇത് നാടൻ വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ടാവും പൂക്കൾക്ക്. പ്ലാന്റ് സൈസ് വരിക അതാ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. ഇനി യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നാടനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലുപ്പമുള്ള പൂക്കളായിരിക്കും ഹൈബ്രിഡ് വെറൈറ്റിയിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ കൂടുതൽ തവണ പൂക്കാറുള്ളതും ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതാണ് പൂക്കൾ. പക്ഷേ ഇതിന് സ്മെല്ലുണ്ടാവില്ല. നാടൻ വെറൈറ്റിക്ക് മാത്രമേ സ്മെല്ലുണ്ടാവുള്ളൂ. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ലീഫിനൊരു ചെറിയൊരു കേളി ടൈപ്പായിരിക്കും. ഇതാണ് ഹൈബ്രിഡ് വെറൈറ്റിയുടെ പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 80 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് നമുക്ക് എക്സോറ വെറൈറ്റീസ് ആണ് സെയിലിനുള്ളത്. ഫസ്റ്റ് വെറൈറ്റി വരുന്നത് ഈ ഒരു മിനിയേച്ചർ യെല്ലോ എക്സോറയാണ്. ഈ ഒരു പരുവത്തിൽ തന്നെ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്കിത് ബോർഡറിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന പ്ലാന്റ് ആണ് എക്സോറ പ്ലാന്റ്സ് എല്ലാം തന്നെ. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 60 രൂപയായിരിക്കും റേറ്റ് വരുന്നത്.
അടുത്തത് വരിക സാൻഡൽ കളറിൽ ഫ്ലവർ ചെയ്യുന്ന എക്സോറ പ്ലാന്റ് ആണ്. ഇതാണ് പൂക്കളുടെ കളർ വരിക. നല്ല ഭംഗിയാണ് ഈ ഒരു എക്സോറ പ്ലാന്റ് കാണാനായിട്ട്. ലീഫും കുറച്ച് ഡിഫറെൻ്റ് ആണ് മറ്റുള്ള എക്സോറയുടെ ലീഫിൽ നിന്ന്. ഇതാണ് പ്ലാന്റ് വരിക. ഇതിന് 90 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഈ കാണുന്ന നല്ലൊരു ഓറഞ്ച് കളറിൽ, ഓറഞ്ചും യെല്ലോയും കൂടെ ചേർന്ന കളറിൽ പൂക്കൾ തരുന്ന എക്സോറ പ്ലാന്റ് ആണ്. ഇതാണ് പൂക്കൾ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഈ കാണുന്ന റെഡ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന എക്സോറയാണ്. ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേകതയുണ്ട്. നല്ല നീണ്ട ഇലകളുള്ള ഒരു പ്ലാന്റാണിത്. ഇതാണ് പൂക്കൾ. നല്ല കൊലകൊലയായിട്ട് പൂക്കൾ തരുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു പ്ലാന്റിനും 70 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തതും വരിക റെഡ് കളറിൽ തന്നെ ഫ്ലവർ ചെയ്യുന്ന എക്സോറ പ്ലാന്റാണ്. കുറച്ചുകൂടി ഡാർക്ക് റെഡ് കളറാണ് ഈ ഒരു പ്ലാന്റിൽ വിരിയുന്ന പൂക്കൾ. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് എക്സോറ മിനി ആണ്. വളരെ ചെറിയ പൂക്കളും അതുപോലെ തന്നെ ഇലകളുമുള്ള ഒരു വെറൈറ്റിയാണിത്. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക യുജീനിയയുടെ വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റ് വരിക. നല്ല ഭംഗിയാണ് വേരിഗേറ്റഡ് യുജീനിയ കാണാനായിട്ട്. 80 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്ത പ്ലാന്റ് ബോക്സ് യുജീനിയ അല്ലെങ്കിൽ ഡയമണ്ട് യുജീനിയ എന്ന് പറയും. ലീഫിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ ഒരു പേര് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു യുജീനിയ വെറൈറ്റിയാണിത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 70 രൂപയായിരിക്കും റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് കിളിക്കിച്ചെടിയുടെ തൈകളാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ബട്ടർഫ്ലൈസിനെയൊക്കെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത്. 60 രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ജെട്രോഫയുടെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ജെട്രോഫ. അതുപോലെ ഈ ഒരു പ്ലാന്റ് ബട്ടർഫ്ലൈ പ്ലാന്റ് പോലെ തന്നെ ബട്ടർഫ്ലൈസിനെയൊക്കെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത്. 70 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ്. അടുത്ത പ്ലാന്റ് ശ്രീലങ്കൻ ജാസ്മിൻ്റെ തൈകളാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ട് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് 75 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക റെഡ് ക്രീപ്പർ റോസ് ആണ്. ചെറിയ പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണിത്. അതുപോലെ കൊലകളായിട്ട് ഇതുപോലെ പൂക്കളുണ്ടാവും. നല്ല ഡാർക്ക് റെഡ് കളറായിരിക്കും പൂക്കൾ വരിക. ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഓരോ തവണയും നമുക്ക് വരാറുള്ളത് പല പല സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത്തവണ നമുക്ക് വന്നിട്ടുള്ളത് ഈ കാണുന്ന പോലുള്ള പ്ലാന്റ്സ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 60 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ബട്ടർഫ്ലൈ ക്രീപ്പർ റോസ് ആണ്. ഇതുപോലെ സിംഗിൾ പെറ്റലിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി റോസ് ആണ്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് 70 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് റെഡ് ലോലിപോപ്പിൻ്റെ തൈകളാണ്. ഇതാണ് ലോലിപോപ്പ് പ്ലാന്റിൻ്റെ പൂക്കൾ വരിക. നല്ലൊരു മെറൂൺ കളറിലാണ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുക. ഒരുപാട് ദിവസം നിൽക്കുന്ന പൂക്കളാണ്. അത്ര പെട്ടെന്നൊന്നും കൊഴിയാത്ത ടൈപ്പ് പൂക്കളാണിത്. പ്ലാന്റ് സൈസ് കണ്ടോളൂ. ഈ കാണുന്നതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക വൈസ്രോയി ചെമ്പരത്തിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. സാധാരണ ചെമ്പരത്തിയേക്കാൾ അല്പം കൂടി ചെറിയ സൈസിലുള്ള പൂക്കളായിരിക്കും ഈ ഒരു വെറൈറ്റി ചെമ്പരത്തിക്ക്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 70 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തതും ഒരു ഹൈബിസ്കസ് അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ വെറൈറ്റി തന്നെയാണ്. ഇതാണ് വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. റെഡും വൈറ്റും ഗ്രീനോടൊക്കെ ഒക്കെ ചേർന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. ഈ ഒരു പ്ലാന്റിനും 70 രൂപയായിരിക്കും റേറ്റ് വരിക.
അടുത്ത പ്ലാന്റ് ഗാൽപീമിയ പ്ലാന്റ് ആണ്. നമുക്കിത് ചട്ടിയിലോ അതല്ലെങ്കിൽ നിലത്തോ നട്ടു കൊടുക്കാവുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. 80 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ബ്ലൂ പ്ലംബാഗോ അല്ലെങ്കിൽ നമ്മുടെ നീലക്കൊടുവേലിയാണ്. ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് നീലക്കൊടുവേലി. ചില സമയത്തൊന്നും നമുക്ക് കിട്ടാനില്ലാത്ത ഒരു പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. ഈ ഒരു കളർ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പൂക്കുന്ന സമയത്ത് ചെടി നിറയെ ഈ ഒരു കളറിൽ നല്ല ഭംഗിയിൽ പൂത്തു നിൽക്കും. പ്ലാന്റ് സൈസ് ഈ കാണുന്നത് തന്നെയാണ്. 80 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക വള്ളിപ്പിച്ചിയുടെ പ്ലാന്റ് ആണ്. ഒരു നാടൻ പ്ലാന്റ് ആണിത്. നല്ല സ്മെല്ലോട് കൂടിയ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് 60 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ബട്ടർ കപ്പിൻ്റെ തൈകളാണ്. നല്ല സ്മെല്ലാണ് ഇതിൻ്റെ പൂക്കൾക്ക്. അതുപോലെ ഈ ഒരു കപ്പ് ഷേപ്പിലായിരിക്കും പൂക്കൾ വിരിയുക. നമുക്ക് ക്രീപ്പറായിട്ടോ അതല്ലെങ്കിൽ കുറ്റിച്ചെടിയായിട്ടോ വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് ബട്ടർ കപ്പ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. 120 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക പവിഴമല്ലിയുടെ പ്ലാന്റ്സ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത്. 60 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് ബ്രൈഡൽ ബൊക്കയുടെ തൈകളാണ്. തൈകളെന്ന് പറയാൻ കഴിയില്ല, അത്യാവശ്യം പൂക്കളൊക്കെ ആയ പ്ലാന്റ് ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ്. 80 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ്. അതല്ല നമുക്ക് വേറെയും പ്ലാന്റ്സ് അവൈലബിൾ ആണ്. കാറ്റലോഗ് ചെക്ക് ചെയ്താൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. വീഡിയോ ഇതുവരെ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.